ഇസ്രായേൽ സംഘർഷം പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുമ്പോൾ ഗാസയിലെ ബന്ദികളുടെ മോചനത്തിനും അതുവഴി ഹമാസുമായുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനുമുള്ള സാധ്യതകൾ തെളിഞ്ഞു വരികയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പ്രസ്താവനകൾ ഈ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടി. ഹമാസിനെ നിരായുധീകരിക്കണമെന്നും ബന്ദികളെ വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരണമെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന ഉടമ്പടി കരാർ ചർച്ച ചെയ്യുന്നതിനായി ഒരു ഇസ്രായേലി സംഘം ഈജിപ്തിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഈജിപ്ത് കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടതോടെ US മധ്യസ്ഥതയിലുള്ള സമാധാന പദ്ധതിക്ക് വേഗത കൈവരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഏകദേശം 2 വർഷമായി നീണ്ടു നിൽക്കുന്ന ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് കരുത്ത് നൽകുന്നതാണ് നിലവിലെ സാഹചര്യങ്ങൾ. അടുത്ത ദിവസങ്ങളിൽ തന്നെ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നെതന്യാഹു പങ്കുവച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടി. ഹമാസിനെ നിരായുധീകരിക്കുന്നത് സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമായ നിലപാട് എടുത്തിട്ടുണ്ട്. അത് നയതന്ത്രപരമായി ട്രംപിന്റെ പദ്ധതിയിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ സൈനിക നടപടിയിലൂടെയാണെങ്കിലും തങ്ങൾ ആ ലക്ഷ്യം കൈവരിക്കുമെന്നും അദ്ദേഹം വാഷിംഗ്ടണിനെ അറിയിച്ചതായി വെളിപ്പെടുത്തി.